ഭൂമി ഉണ്ടായതിനു ശേഷം കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ആദ്യത്തെ ഏകകോശ ജീവികളുണ്ടായി. അതിനുശേഷം പല സ്പീഷീസുകളിലുള്ള ജീവികൾ അതതു കാലങ്ങളിൽ ഭൂമി കൈയടക്കി ജീവിച്ചു. കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് എല്ലാം വംശനാശം നേരിടുകയോ പരിണാമം സംഭവിച്ച് പുതിയ രൂപം പ്രാപിക്കുകയോ ചെയ്തു. 2 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് മനുഷ്യ സദൃശ്യമായ ഒരു ജീവി ഭൂമുഖത്തുണ്ടായത്. ചിന്തിച്ച് പ്രവർത്തിക്കാൻ ആരംഭിച്ചതു മുതൽ മനുഷ്യൻ പ്രകൃതിയോട് മത്സരിച്ചു തുടങ്ങി. തീക്കു വേണ്ടി ആയുധം, ചക്രം, ഇരുമ്പ്, അങ്ങനെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം മനുഷ്യൻ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുതിയ ലോകത്തേക്ക് പാഞ്ഞെടുത്തു. ഇന്ന് ഭൂമിയിലെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ശാസ്ത്രീയമായ ഉത്തരങ്ങളുണ്ട്. ആപ്പിൾ താഴേക്ക് വീഴുന്നു, മേഘങ്ങൾ മഴ പെയ്യിക്കുന്നു, വിമാനം 30,000 അടി മുകളിലൂടെ പറക്കുന്നു, സൂര്യൻ്റെ ഗ്രാവിറ്റി മൂലം ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നു. ഇവിടെ അസാധാരണമായി ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ നാം എക്സ്പീരിയൻസ് ചെയ്യാത്ത പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ സബാറ്റോമിക് തലത്തിലും മൊത്തം പ്രപഞ്ചം എന്ന വലിയ തലത്തിലും അസാധാരണത്വം നിറയെ ഉണ്ട്. നമ്മൾ പരിചയിച്ചിട്ടുള്ള ക്ലാസിക് ഫിസിക്സിലൂടെ ഈ അസാധാരണത്വം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പരിമിതികളുണ്ട്. തീരെ ചെറിയ ഈ സബാറ്റോമിക് പാർട്ടിക്കിളുകൾ കൊണ്ടാണ് പ്രപഞ്ചം നിലനിൽക്കുന്നതെങ്കിൽ നാം എക്സ്പീരിയൻസ് ചെയ്യാത്ത ഈ തീരെ ചെറിയ അല്ലെങ്കിൽ വലിയ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങളെ മനസ്സിലാക്കുന്നതാണ് മനുഷ്യനെ അവൻ്റെ മറ്റൊരു കാൽവയ്പിലേക്ക് നയിക്കുന്നത് എന്ന് ശാസ്ത്രലോകം മനസ്സിലാക്കി. അതാണ് ക്വാണ്ടം ഫിസിക്സ് അഥവാ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് ശാസ്ത്രത്തെ നയിച്ചത്. മാക്സ് പ്ലാങ്ക്, ആൽബർട്ട് ഐൻസ്റ്റീൻ തുടങ്ങി വെർണർ ഹെയ്സൻബർഗ്, എർവിൻ ഷ്രോഡിഞ്ചർ, റിച്ചാർഡ് ഫെയ്ൻമാൻ എന്നിങ്ങനെ ഒരു പറ്റം ശാസ്ത്രജ്ഞർ ക്വാണ്ടം മെക്കാനിക്സ് എന്ന ശാസ്ത്രശാഖ വിപുലപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. 1913 ആറ്റം മോഡൽ തയ്യാറാക്കിയ നീൽസ് ബോർ ഇലക്ട്രോണുകളുടെ അസാധാരണമായ ഒരു സ്വഭാവം കണ്ടുപിടിക്കുകയുണ്ടായി, ക്വാണ്ടം ലീപ്പ്. അതായത് ആറ്റത്തിലെ ന്യൂക്ലിയസിനെ ചുറ്റിക്കൊണ്ട് ഇലക്ട്രോണുകൾ സ്വന്തം ഓർബിറ്റിലൂടെ കറങ്ങുന്നു, സൂര്യനെ ചുറ്റി ഭൂമി കറങ്ങുന്നത് പോലെ. എന്നാൽ ഇലക്ട്രോണുകൾ എനർജി സ്വീകരിക്കുമ്പോൾ സ്വന്തം ഓർബിറ്റിൽ നിന്നും ഹയർ ഓർബിറ്റിലേക്ക് സ്ഥാനം മാറുന്നു. എനർജി റിലീസാകുമ്പോൾ ലോവർ ഓർബിറ്റിലേക്കും സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് തുടർച്ചയായി ഇലക്ട്രോണിനെ ഒരു ഓർബിറ്റിൽ നിന്നും അപ്രത്യക്ഷമാക്കി മറ്റൊരു ഓർബിറ്റിൽ പ്രത്യക്ഷപ്പെടാൻ ഇടയാക്കുന്നു. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? പിന്നീട് 1927 ഡേവിസൺ, ജെർമർ എന്നീ ശാസ്ത്രജ്ഞർ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിലൂടെ ഇലക്ട്രോണുകളുടെ ഈ വിചിത്ര സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്വാണ്ടം മെക്കാനിക്സിനെ രൂപപ്പെടുത്തി. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്: 2 ദ്വാരങ്ങളിലൂടെ പ്രവേശിക്കുന്ന ഇലക്ട്രോണുകൾ വ്യത്യസ്ത പോയിന്റുകളിൽ പല അളവിൽ ചെന്ന് പതിക്കുന്നു. ഇത് ഇലക്ട്രോണുകൾ ഓളങ്ങൾ പോലെ, അതായത് വേവ് രൂപത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പ്രോബബിലിറ്റി ഇക്വേഷൻ അഥവാ സാധ്യതാ ഇക്വേഷൻ മൂലം നിശ്ചിത അളവിലുള്ള ഇലക്ട്രോണുകൾ ഓരോ പോയിന്റിലും എത്രത്തോളം പതിക്കുന്നുണ്ടെന്ന് അനുമാനിച്ചു. പ്രോബബിലിറ്റിയിലൂടെ ഇലക്ട്രോണിൻ്റെ പ്രത്യക്ഷപ്പെടൽ പ്രവചിക്കാൻ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിലൂടെ സാധിക്കും. ഇതാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അടിത്തറ. ഇത്തരത്തിൽ ഈ വലിയ പ്രപഞ്ചത്തിലെ എല്ലാം സബാറ്റോമിക് പാർട്ടിക്കിളുകൾ കൊണ്ടും ആറ്റങ്ങൾ കൊണ്ടുമാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ പ്രപഞ്ചം തന്നെ പ്രോബബിലിറ്റി അഥവാ സാധ്യതകൾ കൊണ്ടാണ് നിലനിൽക്കുന്നത്. എന്നാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ വാദം അംഗീകരിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ദൈവം ഒരിക്കലും ഡൈസ് കളിക്കില്ല. പക്ഷേ ഒരുപാട് ശാസ്ത്രജ്ഞർ ഇലക്ട്രോണിൻ്റെ പ്രോബബിലിറ്റി വിജയകരമായി പരീക്ഷിച്ചു. അത് മോഡേൺ ഇലക്ട്രോണിക്സിൻ്റെ കുതിച്ചുചാട്ടത്തിന് വഴിവെച്ചു. LED, ട്രാൻസിസ്റ്റേഴ്സ്, IC ചിപ്പുകൾ, ലേസർ, MRI, അങ്ങനെ ഇന്നത്തെ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ക്വാണ്ടം മെക്കാനിക്സിൻ്റെ നേട്ടങ്ങളാണ്. ഇന്നത് ക്വാണ്ടം സൂപ്പർ കമ്പ്യൂട്ടറിലും ക്രിപ്റ്റോഗ്രഫിയിലും ടെലിപ്പോർട്ടേഷനിലും വരെ എത്തി നിൽക്കുന്നു. എന്താണ് ടെലിപ്പോർട്ടേഷൻ? ഒരു വസ്തുവിന് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഞൊടിയിടയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ടെലിപ്പോർട്ടേഷൻ. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ചുരുളഴിയാത്തതുമായ ഒരു രഹസ്യമാണ് ക്വാണ്ടം എൻടാങ്കിൾമെൻറ്റ്. അതായത് ഏതെങ്കിലും 2 പാർട്ടിക്കിളുകൾ അടുത്തു വരുമ്പോൾ അവ തമ്മിൽ അദൃശ്യമായൊരു ബന്ധം അല്ലെങ്കിൽ ഒരു കെട്ടുപിണയൽ ഉണ്ടാകുന്നു. ഇനി ഈ പാർട്ടിക്കിളുകളെ പ്രപഞ്ചത്തിൻ്റെ ഏത് വ്യത്യസ്ത ദൂരങ്ങളിൽ കൊണ്ടുവച്ചാലും ഒരു പാർട്ടിക്കിളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ മറ്റേ പാർട്ടിക്കിളിലും അതേസമയം പ്രകടമാകുന്നു. ഈ പാർട്ടിക്കിളുകൾ തമ്മിലുള്ള കെട്ടുപിണയൽ ഏത് ദൂരത്തിലും ഇവ തമ്മിലുള്ള സ്പേസിനെ ഇല്ലാതാക്കുന്നുണ്ട്. ക്വാണ്ടം എൻടാങ്കിൾമെൻറ്റ് എന്തുകൊണ്ട് സംഭവിക്കുന്നെന്ന് ശാസ്ത്രത്തിന് ഉത്തരമില്ലെങ്കിലും
പാർട്ടിക്കിളുകൾ തമ്മിൽ പ്രകാശത്തേക്കാൾ വേഗത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചു. ഈ കമ്മ്യൂണിക്കേഷനാണ് സ്പൂക്കി ആക്ഷൻ, അതായത് ഭൂതത്തിൻ്റെ പണി. ഈ ഭൂതത്തിൻ്റെ പണിയാണ് ടെലിപ്പോർട്ടേഷൻ സാധ്യമാക്കുന്നത്. ടെലിപ്പോർട്ടേഷൻ ഇപ്പോൾ തന്നെ വിജയകരമായി പരീക്ഷിച്ചിട്ടുണ്ട്. ജീവനുള്ളവയോ വസ്തുക്കളെയോ അല്ല, ഫോട്ടോണുകളാണ് ഇത്തരത്തിൽ ടെലിപ്പോർട്ട് ചെയ്തത്. ലാപ്പാം ഐലൻഡിലെ സ്റ്റേഷനിൽ നിന്നും 143 കിലോമീറ്റർ അകലെയുള്ള ടെനറിഫി സ്റ്റേഷനിലേക്കാണ് വിജയകരമായി ടെലിപ്പോർട്ടേഷൻ പരീക്ഷിച്ചത്. ഇനി വരുന്ന തലമുറ നാം സ്വപ്നം കാണുന്നതിനേക്കാൾ വികസിച്ച ലോകത്തിലേക്കായിരിക്കും പിറക്കാൻ പോകുന്നത്. ചിലപ്പോൾ നമ്മളും ആ തലമുറയുടെ ഭാഗമായേക്കാം, മരണമില്ലാതെ. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു ഗ്യാപ്പ് ഹോൾ, അതായത് നമുക്ക് അവിശ്വസനീയമായ ഒരു ആശയമാണ് മെനി വേൾഡ് ഇൻ്റർപ്രിട്ടേഷൻ, അതായത് പാരലൽ യൂണിവേഴ്സ്. ക്വാണ്ടം തലത്തിൽ പ്രോബബിലിറ്റി നിലനിൽക്കുന്നതായി നാം കണ്ടു. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ ദ്വാരങ്ങളിലൂടെ പ്രവേശിക്കുന്ന ഒരു ഇലക്ട്രോൺ സ്ക്രീനിൽ എവിടെ ചെന്ന് പതിക്കാനും സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഇലക്ട്രോണിന് സഞ്ചരിക്കാവുന്ന എല്ലാ സാധ്യതകളെയുമാണ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. സൂപ്പർ പൊസിഷനിൽ ആയിരിക്കുന്ന സമയത്ത് ഇലക്ട്രോൺ സ്ക്രീനിൻ്റെ ഏതെങ്കിലും ഒരു പോയിൻ്റ് സെലക്ട് ചെയ്ത് ആ പോയിൻ്റിൽ ചെന്ന് പതിക്കുകയും മറ്റു സാധ്യതകൾ നശിച്ചു പോകുകയും ചെയ്യുന്നു. ഇനി പ്രപഞ്ചം എന്ന തലത്തിൽ ഇതേ കാര്യം എർവിൻ ഷ്രോഡിഞ്ചറിൻ്റെ തോട്ട് എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് നോക്കാം. ഒരു പൂച്ചയെ ഒരു പെട്ടിയിൽ 1 മണിക്കൂർ നേരത്തേക്ക് വയ്ക്കുന്നു. ഈ പെട്ടിയുടെ ഒരു മൂലയിൽ റേഡിയോ ആക്റ്റീവ് പദാർത്ഥം വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറിന് ശേഷം ഈ പെട്ടി തുറന്നാൽ പൂച്ച ജീവനോടെ ഉണ്ടാകാനും ചത്തുപോകാനും സാധ്യതയുണ്ട്. ആ 1 മണിക്കൂർ പെട്ടിക്കകത്ത് എന്ത് സംഭവിക്കുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈ അവസ്ഥയാണ് സൂപ്പർ പൊസിഷൻ. സൂപ്പർ പൊസിഷനിലായിരിക്കുന്ന സമയത്ത് പൂച്ച ഒരേ സമയം ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നിരീക്ഷകൻ പെട്ടി തുറക്കുമ്പോൾ പൂച്ച ഏതെങ്കിലും ഒരവസ്ഥ പ്രാപിച്ച് നിരീക്ഷകൻ്റെ റിയാലിറ്റിയിലേക്ക് മടങ്ങി വരികയും മറ്റു സാധ്യതകൾ നശിച്ചു പോകുകയും ചെയ്യുന്നു. എന്നാൽ ചില ഫിസിസിസ്റ്റുകൾ ഇത്തരം റിയാലിറ്റികൾ നശിച്ചു പോകുന്നില്ലെന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നു. ഷ്രോഡിഞ്ചറിൻ്റെ തോട്ട് എക്സ്പെരിമെൻറ്റിലെ പൂച്ച 2 വ്യത്യസ്ത യൂണിവേഴ്സിൽ നമ്മുടെ തന്നെ സ്വന്തം കോപ്പിയായ മറ്റൊരു യൂണിവേഴ്സിൽ യഥാർത്ഥത്തിലുണ്ട്. ഇവിടെ പൂച്ച ജീവിച്ചെങ്കിൽ മറ്റേ യൂണിവേഴ്സിൽ പൂച്ച ചത്തുപോയിട്ടുണ്ട്. അതുപോലെ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളിലും സാധ്യതകളുണ്ട്. ഒരു കോയിൻ ടോസ് ചെയ്താൽ 2 സാധ്യതകൾ. ഒരു എക്സാമിന് 0 മുതൽ 100% വരെ മാർക്ക് ലഭിക്കാനും സാധ്യതയുണ്ട്. ആ എക്സാം അറ്റൻഡ് ചെയ്യുന്നയാൾക്ക് 0 മുതൽ 100% വരെ മാർക്കുകൾ ഒരേ സമയം ലഭിച്ചിട്ടുണ്ട്. ഈ റിയാലിറ്റിയിൽ 40% മാർക്കാണ് ലഭിച്ചതെങ്കിൽ മറ്റൊരു റിയാലിറ്റിയിൽ 80ഉം മറ്റൊന്നിൽ 100ഉം മാർക്ക് ലഭിച്ചിട്ടുണ്ടാകും. ഇത്തരത്തിൽ പ്രപഞ്ചത്തിൻ്റെ എല്ലാ സാധ്യതകളും നോക്കിയാൽ പ്രോബബിലിറ്റി ഇക്വേഷനിലൂടെ കോടിക്കണക്കിന് പാരലൽ യൂണിവേഴ്സുകൾ നിലനിൽക്കുന്നുണ്ടാകും. നമ്മൾ അവയിൽ ഏതെങ്കിലും ഒന്നിൽ ജീവിക്കുന്നു. മറ്റു പാരലൽ യൂണിവേഴ്സുമായി നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താനോ അവയെ കാണാനോ എക്സ്പീരിയൻസ് ചെയ്യാനോ സാധ്യമല്ല. എന്നാൽ സ്വപ്നങ്ങൾക്ക് പാരലൽ യൂണിവേഴ്സിലെ സംഭവങ്ങളുമായി ബന്ധമുണ്ടെന്ന് ചില പഠനങ്ങൾ തെളിയിക്കുന്നു.